എൻ്റെ ഈ ചാനൽ ആർക്കും വലിയ പരിചയമൊന്നും ഉണ്ടാവില്ല. കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ എൻ്റെ ചാനലിലൂടെ അധികം വീഡിയോസൊന്നും അപ്ലോഡ് ചെയ്തിട്ടില്ല. കുറച്ച് വീഡിയോസ് ഇട്ടപ്പോൾ തന്നെ എനിക്ക് പല കാരണങ്ങൾ കൊണ്ടും പിന്നെ വീഡിയോ എടുക്കാനോ അപ്ലോഡ് ചെയ്യാനായിട്ടോ സാധിച്ചില്ല. ഇനി മുടക്കം കൂടാതെ ഇടാൻ സാധിക്കുമെന്ന പ്രതീക്ഷയിൽ ചെറിയ ചെറിയ വീഡിയോകൾ ഇടുവാനായിട്ട് ഞാൻ ആരംഭം കുറിക്കുകയാണ്. നിങ്ങളുടെ എല്ലാവരുടെയും സഹായ സഹകരണങ്ങൾ പ്രതീക്ഷിക്കുന്നു. നിങ്ങളുടെ സപ്പോർട്ട് പ്രതീക്ഷിച്ചുകൊണ്ട് ഞാൻ വീഡിയോയിലേക്ക് പ്രവേശിക്കുകയാണ്. വീഡിയോയിലൂടെ ഞാൻ പങ്കുവയ്ക്കാനായിട്ട് ആഗ്രഹിക്കുന്നത് ഓരോ ദിവസവും എൻ്റെ ആരംഭം എങ്ങനെയാണ് എന്നുള്ളതാണ്. ഇപ്പോൾ സമയം 5 മണി. എല്ലാ ദിവസവും ഞാൻ 5 മണിക്ക് എഴുന്നേൽക്കും. അല്പസമയം പ്രാർത്ഥിച്ചതിന് ശേഷം അടുക്കളയിലേക്ക് പ്രവേശിക്കും. അടുക്കളയിൽ വന്ന് ആദ്യം തന്നെ ചായ ഇടും. ചായ ഇടാനായിട്ടുള്ള ഒരുക്കമാണ്. പാത്രമൊക്കെ കഴുകി ഫ്രിഡ്ജിൽ നിന്ന് പാലൊക്കെ എടുത്ത് നമുക്ക് ചായ ഇടാം. അങ്ങനെ ചായയ്ക്ക് ആവശ്യമായ പാലും വെള്ളമൊക്കെ എടുത്തു. ഇനി അത് നമുക്ക് ഇൻഡക്ഷൻ കുക്കറിലേക്ക് വെക്കാം. ചായപ്പൊടി കൂടെ തന്നെ ഇടാം. ഇനി നമുക്ക് ചായ തെളിച്ച് വരുമ്പോഴേക്കും അരി കഴുകി കുക്കറിലാക്കി കൊണ്ടുവരാം. ചായ തിളച്ചിറക്കുന്ന അടുപ്പിൽ തന്നെ ഞാൻ അരി വെക്കും കേട്ടോ. അതിനോടിടയ്ക്ക് ചായ ഊറ്റലും ചായ കുടിക്കുകയും ഒക്കെ കഴിയും. അതിനോടിടയ്ക്ക് തന്നെ അരി നമുക്ക് വെന്ത് കിട്ടുകയും ചെയ്യും. അതിനുശേഷം ഞങ്ങൾ കുടുംബമായിട്ടിരുന്ന് ഒന്നിച്ച് പ്രാർത്ഥിക്കും. പ്രാർത്ഥനയൊക്കെ കഴിയുമ്പോഴേക്കും ഏകദേശം ഒരു 6 മണിയാകും. 6 മണിക്ക് ശേഷമാണ് ഞാൻ അടുക്കളയിൽ കയറി കറി ഉണ്ടാക്കുന്നതും പലഹാരം ഉണ്ടാക്കുന്നതും ഒക്കെ. അതൊരു 7:15 ആകുമ്പോഴേക്കും എനിക്ക് പണിയൊക്കെ തീർക്കണം കേട്ടോ. കാരണം എന്താണെന്ന് വെച്ചാൽ 7:20 7:15 ആകുമ്പോഴേക്കും ഹസ്ബൻഡിന് പോകണം. അപ്പോൾ പോകുന്നതിന് മുമ്പ് കഴിക്കാൻ കൊടുക്കണം. പിന്നെ ഉച്ചയ്ക്ക് കഴിക്കാനുള്ള ഫുഡ് പാത്രത്തിലാക്കി അതും കൊടുത്തു വിടണം. അതുകൊണ്ട് എല്ലാ ദിവസവും ഞാൻ ഈ സമയം തന്നെയാണ് കേട്ടോ കീപ്പ് ചെയ്യുക. ഒരു 7:20 ആകുമ്പോഴേക്കും ഞാൻ അടുക്കളയിൽ നിന്ന് ഇറങ്ങിയിട്ടുണ്ടാകും. ഇറങ്ങാന്ന് പറഞ്ഞാൽ അങ്ങനെയല്ല, പാത്രമൊന്നും കഴുകിയിട്ടുണ്ടാവില്ല. ഈ സമയത്ത് പോയിട്ട് ഞാൻ ചെടി നനയ്ക്കും, മുറ്റം അടിക്കും. അത് കഴിഞ്ഞൊരു 7:50 ആകുമ്പോഴേക്കും ഞാൻ വീണ്ടും അടുക്കളയിലേക്ക് പ്രവേശിക്കും. എന്നിട്ട് പാത്രമൊക്കെ കഴുകി ഒരു 8:15 8:10 ആകുമ്പോഴേക്കും എൻ്റെ പാത്രം കഴുകൊക്കെ കഴിഞ്ഞ് അടുക്കള കംപ്ലീറ്റ് വൃത്തിയാക്കി കഴിഞ്ഞിട്ടുണ്ടാവും. ഇപ്പോൾ ഈ വീഡിയോയിൽ ഞാൻ അതുവരെയുള്ള കാര്യങ്ങൾ മാത്രമേ ഉൾപ്പെടുത്തിയിട്ടുള്ളൂ. അത് കഴിഞ്ഞിട്ട് പിന്നെ ചെയ്യുന്നതാണ് അടിച്ചു വാരാനുണ്ട്, തുടയ്ക്കാനുണ്ട്, തുണി കഴുകാനുണ്ട്. ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഞാനൊരു 10:10 ആകുമ്പോഴേക്ക് ഞാൻ എല്ലാ പണിയും കഴിഞ്ഞ് കുളിയും കഴിഞ്ഞ് ഫ്രീ ആകും. പിന്നീടുള്ള സമയത്ത് ഞാൻ കുറച്ച് സമയം ഇരുന്ന് എന്തെങ്കിലും ബുക്കുകളൊക്കെ ഉണ്ടെങ്കിൽ വായിക്കും. അതിന് ശേഷം എപ്പോഴും ഇല്ല, എന്നാലും ഇടയ്ക്കൊക്കെ ഞങ്ങൾക്കുള്ള ഡ്രസ്സ്, എൻ്റെ മോൾക്കുള്ള ഡ്രസ്സുകളൊക്കെ തയ്ക്കും. പിന്നീട് ഞാൻ ചെയ്യുന്നതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സാരി, ഷോള്, ചുരിദാറിൻ്റെ ടോപ്പ് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഫാബ്രിക് പെയിൻറ്റ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ അതൊക്കെ ചെയ്യാനുണ്ടാവും. അങ്ങനെ ഒരു 5 മണി 5:30 വരെയൊക്കെ അങ്ങനെയുള്ള സമയങ്ങൾ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്ത് സമയം പോകും. അതിനുശേഷം പിന്നെ വീണ്ടും അടുക്കളയിലേക്ക് രാത്രിക്കത്തേനുള്ള ഫുഡ് ഉണ്ടാക്കാൻ വേണ്ടി കയറും. അത് കഴിഞ്ഞ് പിന്നെ രാത്രി 12 മണി വരെയും ജോലി തന്നെയായിരിക്കും. രാത്രി ഫുഡ് പാകം ചെയ്ത് കഴിഞ്ഞ് കുട്ടികളും ഞങ്ങളെല്ലാവരും കുളിയും കഴിഞ്ഞ് പ്രയർ കഴിഞ്ഞ് ഭക്ഷണം കഴിച്ച് വീണ്ടും കഴിച്ച പാത്രങ്ങളൊക്കെ കഴുകി വെച്ചു. അടുക്കള ക്ലീൻ ചെയ്ത് കൗണ്ടർ ടോപ്പൊക്കെ തുടച്ച് വൃത്തിയാക്കി ഒക്കെ വരുമ്പോഴേക്കും സമയം കുറേ ആകും. കിടന്നുറങ്ങുമ്പോൾ ഒരു 12 മണി. ഇപ്പം രാവിലെ 8:10 എൻ്റെ എല്ലാ പണികളുമൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. അടുക്കള വൃത്തിയാക്കി കഴിഞ്ഞു. എൻ്റെ കൗണ്ടർ ടോപ്പും അടുക്കളയൊക്കെ ഇതുപോലെ ഇരിക്കും. രാവിലെ പണി കഴിയുമ്പോഴും രാത്രി പണി കഴിയുമ്പോഴും ഇങ്ങനെ തന്നെയാണ്. എല്ലാവരും എൻ്റെ അടുക്കള കാണുമ്പോൾ ചോദിക്കുന്നത് ചെറിയ അടുക്കളയിൽ എങ്ങനെയാണ് ഇങ്ങനെ കൃത്യമായിട്ട് ചെയ്യാമെന്ന്. എനിക്കിത് ഓക്കെയാണ്. അടുത്ത വിശേഷങ്ങളുമായി ഉടനെ അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.